മിഡ് വീക്ക് എവിഷനിലൂടെ ആദില പുറത്തായിരിക്കുകയാണ്. കൂടുതൽ പേരും ആദിലയാണ് നോമിനേറ്റ് ചെയ്തത്. നിവിൻ പറയാണ്, ഞാനൊരു ഗെയിമായിട്ട് കാണുന്ന വ്യക്തിയാണ്. എനിക്കിവിടെ ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഗെയിമിൽ നിൽക്കുമ്പം പുറത്തിറങ്ങുമ്പം എനിക്ക് എല്ലാവരോടും അറ്റാച്ച്മെൻറ്റ് കാണും. പുറത്ത് വന്നതിന് ശേഷം നമുക്ക് അറ്റാച്ച്ഡ് ആവാം. ഇപ്പം ഞാൻ ഓൾറെഡി ഡിറ്റാർജഡ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു എന്ന് കരുതി ആരും പേഴ്സണലായിട്ട് എടുക്കണ്ട. പേഴ്സണലായിട്ട് എടുത്താലും ഐ ഡോണ്ട് നോ, ചില കാര്യങ്ങൾ ചിലർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് കാണുമായിരിക്കും. ചിലർക്ക് പെട്ടെന്നത് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ കുറേ പ്രൊവോക്കിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്രവചിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദിലയാണ്. ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കണം. ഇത് കേൾക്കുമ്പോൾ ഷാനവാസ് കൈയടിക്കുന്നുണ്ട്. അത് ഇച്ചിരി ശബ്ദം കൂട്ടിയാണ് കൈയടിക്കുന്നത്. ആദില നൂറ എന്ന് പറയുന്നത് ആദ്യം ഒരു കണ്ടസ്റ്റൻ്റായിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ അവർ 2 പേരാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം. എന്നാൽ എനിക്കിപ്പോഴും തോന്നുന്നത് ഇവർ 2 പേരും അനിമോളുടെ തണലിലാണ്. അനിമോളുടെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടായവിധം, അല്ലെങ്കിൽ ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാവണം ഇവർ അനിമോളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആസ് എ ഗെയിമർ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഇനി ആകെ 3 ആഴ്ചയും കൂടി ഉള്ളൂ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഇപ്പോൾ ഭൂരിപക്ഷം ആദിലയ്ക്കാണ്. അതുകൊണ്ട് ഞാനും ആദിലയ്ക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് നിവിൻ. 11ാം ആഴ്ചയുടെ അവസാനം മിഡ് വീക്ക് എവിക്ഷനോടെ എവിക്റ്റായ ആദിലയ്ക്ക് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ആദില എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാൻ പറയുന്നു. ആദില നൂറയെ വിളിച്ചിട്ട് റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയിട്ട് നൂറയെ കെട്ടിപ്പിടിച്ച് ആദില കരയുന്നുണ്ട്. എന്നാൽ നൂറ കരയുന്നില്ല. അനിമോൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. നൂറ പറയുന്ന കരയില്ലും എന്ന് പറയുന്നുണ്ട്. ആദില കരയുവാണ്. എന്നാൽ നൂറ കരയാതെ നിൽക്കുകയാണ്. കരയില്ലെന്ന് പറയുന്നത് അനിമോളും കരയുന്നുണ്ട്. ആദിലെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ അനിമോളെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ആദില എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട്. അനീഷിനെ, അക്ബറിനെ, ആര്യനെ, നിവിനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട്. എന്നാൽ ഷാനവാസിക്കയെ മാത്രം കെട്ടിപ്പിടിക്കുന്നില്ല. ഷാനവാസിക്കയും മാറി നടക്കുകയാണ്. ആദിലയുടെ അടുത്തോട്ട് വരുന്നതുമില്ല. ഷാനവാസ് കൈയടിക്കുകയും ഷാനവാസ് മാറി നടക്കുകയും ഇങ്ങനെ ഹഗ് ചെയ്യാതിരിക്കുകയും യാത്ര പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം എനിക്ക് തോന്നുന്നത് ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഒരു ഫ്രാങ്കായിരിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ അഖിൽമാരാരുടെ സീസണിൽ, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെ അഖിൽമാരാരുടെ സീസണിൽ ഇതുപോലെ ശോഭയെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഔട്ടാകുന്നതുണ്ടായിരുന്നു. അന്ന് അഖിൽമാരാർ ഇങ്ങനെയായിരുന്നു നിന്നത്. എനിക്കിപ്പോൾ ഷാനവാസിക്ക നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്തായാലും ആദില എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പ്രധാന വാതിലിലൂടെ വരാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റിനുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.